ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് വരെ നമ്മൾ കണ്ടായിരുന്നു ഒരു മണിക്കൂർ എങ്ങാണ്ടുള്ള വീഡിയോ ആയിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇന്നും കളിക്കാൻ പോകുന്നത്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിപ്പം നിൽക്കുന്നത് പൊസിഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചതെന്ന് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല, കാണിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പം നമ്മളിരിക്കുന്ന പൊസിഷൻ വേൾഡ് ക്ലാസ് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 5 വേൾഡ് ക്ലാസ് 5 ഇൻ FC മൊബൈൽ. നമ്മൾ വേൾഡ് ക്ലാസ് 5 കഴിഞ്ഞ വീഡിയോസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. നല്ല പാളാണ് കളിക്കാൻ. കിഡിലും പോലത്തെ പ്ലേയേഴ്സ് എല്ലാം കയറി വരുന്നത്. കളിച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയൊക്കെ പിന്നെ പിടിച്ച് നിൽക്കുക. പിന്നെ നെറ്റ് വന്ന എനിമീസായിട്ടൊക്കെ കളിച്ച് പിന്നെയും സെറ്റാവുന്നത്. നല്ല പാടാണ്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. എന്നാൽ നമ്മളെങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കും. നമ്മളെ 13 ഷാർട്ട്സ് ഇപ്പോൾ ഉണ്ട്. 13 ഷാർട്ട്സ് ഒന്നും കിട്ടത്തില്ല, ചുമ്മാ നോക്കിയേ ഉള്ളു. സെസിന് 480, ലാംബാർഡിന് 650, ഹബി ബുട്ടി 300. നമുക്ക് എന്തായാലും ചെന്ന് ഒന്ന് സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നമ്മളിപ്പോൾ ആക്റ്റീവ് ലൈനപ്പ് എന്ന് പറഞ്ഞാൽ 107 റേറ്റിംഗുള്ള ലൈനപ്പ്. ഇത്രയും പ്രാവശ്യം നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇത് വെച്ച് തന്നെ കളിക്കാനാണ് എനിക്കും താല്പര്യം. 110 ഞാൻ നമ്മുടെ സ്റ്റേനെ നമ്മൾ 110 ആക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, വലുതായിട്ടൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് വെക്കാമിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. മാച്ച് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ കാളസ്റ്റുകളാണ്. ഫ്രീ കിക്ക് ടാക്കർ വെക്കാമ്, ഷോർട്ടും ലോങ്ങും. നമ്മുടെ കൂട്ട് വേൾഡ് ക്ലാസ് 5 ആവുന്നു. എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മെയിൻ ടീം ആക്കാൻ താല്പര്യമുണ്ട്. ഈ കളികളെ കഴിഞ്ഞിട്ട് ഓർക്കുവാണെങ്കിൽ അതാക്കാം. ലൗട്ടാരോ മാർട്ടീനസ് അവൻ്റെ സ്ട്രൈക്കർ അത്യാവശ്യം കളിക്കാതെ കിടക്കണം തോന്നുന്നു. അപ്പം അങ്ങനെ പറയുന്നവരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അവൻ കളിക്കുന്നുണ്ട്. കളിക്കറിയാവുന്നില്ല എത്രയും കളിച്ച് കയറി വന്ന്. വെക്കാതെ സ്കില്ലുണ്ട്. നമ്മളെ ആവശ്യമില്ല സ്കില്ലുണ്ട്. സണ്ണ് നമ്മളെ വെട്ടിച്ചാ നമ്മളെ പുയോളൊന്നും വിടത്തില്ല. സ്റ്റെയിനീസ് റണ്ണി സ്റ്റെയിനെ പിടിക്കുക. ക്ലാസ് എടുത്തു അടിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിന് പോയിന്റ് ആയിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ. ഈ ചാനൽ കാണുന്ന എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ വീഡിയോ ആയിട്ട് അത് പറയാൻ തന്നെ ഞാൻ മറന്നു പോകുന്നു. സ്റ്റെയിൻ്റെ അടുത്ത് വന്നു. ക്യാച്ച് ചെയ്യുന്ന കയ്യിലോട്ടാണ്. ഔട്ട്സൈഡ് ദ ബോക്സിനകത്ത് വരും. അത് ഇന്നും ഞാൻ കഴിക്കില്ല, നാളെ മറ്റന്നാളോ വരുത്തോളൂ. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യണം. കാരണം ഇന്നത്തെ ദിവസം കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു 500 FC പോയിൻറ്റ്സ് നമ്മൾ ഗിയർ കൊടുക്കും. അവൻ ഓടുന്ന് GK ഇറങ്ങി ഓടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് ഗോളാവണ്ടയാ.
The referee has indicated there will be a minimum of 1 minute of added time. ഹാഫ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തേക്ക് നമ്മൾ ലീഡ് അടിച്ചിരിക്കുന്നു. 2 ഗോളിൽ ലീഡ്. മാർട്ടീനസിനൊന്നും നടക്കത്തില്ലല്ലോ ഉത്താരോ മാർട്ടീനസ്. അതൊക്കെ നീ അങ്ങ് ഇത് പോള അയ്യേ അതാ സേവ് ഇട്ട്. പക്ഷെ നമുക്കത് ഓൺ ഗോൾ കയറ്റി കൊടുത്തവന്. നമ്മുടെ കീപ്പർ പറയണം ആ സേവ് ഇട്ട് പന്ത് അങ്ങോട്ട് വന്നപ്പം നമ്മളത് ക്ലിയർ ചെയ്യാൻ ഡാവ്സൻ്റെ കൊടുത്തു. ഡാവ്സനാണെങ്കിൽ പന്ത് കൊണ്ട് അങ്ങോട്ട് ഓണം വരും. നമ്മുടെ കീപ്പർ വന്ന് പന്തിലോട്ട് തട്ട് ഗോളായത്. അത് കീപ്പറിൻ്റെ കുഴപ്പമാടാ, ഡാവ്സൻ്റെ കുഴപ്പമില്ല. അവനൊന്നും ചെയ്തില്ലടാ. കുഴപ്പമില്ല, നമുക്ക് ഒരു ഗോളിൻ്റെ ലീഡ് കിട്ടുന്നുണ്ട്. ശരിയാ, വെറുതെ സ്ലൈഡ് ചെയ്യല്ലേ. ജസ്റ്റ് മിസ്. അയാളങ്ങനെ കീപ്പർ തന്നെയില്ല. അങ്ങനെ ഗോളായിരുന്നു ഈ സീനായിരുന്നു. കാര്യമുള്ള ലീഡും കൂടെ പോയേനെ. റൺ ചെയ്യാൻ പറ്റിയില്ല. പിടിക്കാൻ ഡ്രിബിളിങ് സ്ട്രെയിൻ പിടിക്കാൻ ഡ്രിബിളിങ് രക്ഷയില്ല. നമ്മുടെ ലീഡ് നമ്മൾ പിന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ക്ലീൻ ഷീറ്റ് നമുക്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. കളി നമ്മളെന്തായാലും ജയിച്ചിട്ടുണ്ട്. കളി നമ്മൾ ജയിച്ചു. നമുക്ക് നമ്മുടെ ഹോം ടീം ഒന്ന് ചേഞ്ച് ആക്കാം. വോയിസ് സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഹോം ടീം കൂടെ ചേഞ്ച് ചെയ്യാൻ പോവാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താണ് വരാത്ത. ഓക്കെ, സെറ്റാകാൻ പോയാം. ഓക്കെ, നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഹോം ടീം ഒന്ന് ചേഞ്ച് ചെയ്യാം. പ്രീമിയർ ലീഗ് മാറ്റി ലാലിഗ. ഞങ്ങളുടെ മുഴുവൻ പ്ലാനും മാറ്റി നമുക്ക് ഇൻ്റർനാഷണൽ ഒരു ടീമിനെ പിടിക്കാം. നമുക്ക് ഇംഗ്ലണ്ട് എടുക്കാം. നമ്മുടെ ഹോം ടീം ഇംഗ്ലണ്ട് ആക്കി. സ്പെയിൻ ആക്കാടാ. നമ്മളെ പുയോളൊക്കെ സ്പെയിനിലല്ലേ. ഓക്കെ, ഹോം ടീം സ്പെയിൻ. ഇതൊക്കെ നമ്മുടെ 2 കിറ്റ്. ഇത് ഹോം ഇതേ. ഓക്കെ ഓക്കെ, നമ്മുടെ ടീം നമ്മൾ സ്പെയിനായിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇന്ന് ഗെയിമിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, ഗെയിം കളിക്കുന്നതിന് മുമ്പ് നമുക്ക്
രണ്ട് പാക്ക് ഓപ്പൺ ചെയ്യാം. എനിക്കിപ്പോൾ 7,000 ഡയമണ്ട്സ് ഉണ്ട്. $3000 എണ്ണ ഉണ്ട്. ലിമിറ്റഡ് പാക്കാ. മെയിൻ പാക്ക്. സൈക്കിൾ. ഓ പേര് എന്നാ നടക്കുന്നുണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞു. 100 പണമാണല്ലോ. $4000 ഓപ്പൺ ചെയ്യാം. 101 to 111 കിട്ടുമെന്നല്ല പ്രതീക്ഷയൊന്നും എനിക്കില്ല. ടീം ഓഫ് ദ സീസണോ സ്പെയിൻ. ലെഫ്റ്റ് മിഡ്. അതും പോയി. ഇത് 100 ആണോ ആണെന്ന് തോന്നടാ. എക്സ്ചേഞ്ച് പോയിട്ട് ഇമ്മ 2 മാത്രമേ ഉള്ളൂ. 107 വേണ്ടേക്കുള്ള. 105 വേണ്ട. 105 ഓപ്പണെങ്കിൽ 107 വേണ്ടേക്കാണോ. അതിനകത്തും ആരെങ്കിലും പിടിച്ചിട്ട എല്ലാം കിട്ടും. എക്സ്ചേഞ്ച് ചെയ്യാം. ചുമ്മാ ഒരു എക്സ്ചേഞ്ച്. ഗബ്രിയേൽ ആർസണലിൽ കളിക്കുന്ന. പിന്നെ കൊനാനയോ നമ്മൾ ഇന്ന് മാച്ച് കളിക്കുന്നു. നമ്മൾ എവേ ജേഴ്സി കിട്ടാം ഫസ്റ്റ് മാച്ച്. ആയുഷ് ബ്ലാക്ക് കിടിലൻ ടീമാവൻ്റെ കേട്ടോ. ഓക്കെ കളി സ്റ്റാർട്ട് ചെയ്യാം. ഓ ടീമുണ്ടോ? മാർക്കിനെ ഓടി വരുന്നൊന്നും വിചാരിച്ചേ ഇല്ല. മാർക്കിനസ് കാലസ്പിയോട് പാസിട്ട് ഗുഡ് പാസ്സായിരുന്നു. പക്ഷെ അത് ഇങ്ങോട്ട് ഓടിത്തോപ്പിക്കാൻ പറ്റത്തില്ല. അവനെ മാർക്കീനസിനെ ഓടിത്തോപ്പിക്കാൻ പറ്റിയില്ല. ഹസാഡിന് വിസിലിൻ്റെ കയ്യിലോട്ട് തന്നെ ആയി.
രണ്ടുപേരും 0-0. Our programs here will be having the Lucky Raffle, and also don't forget the Lucky Programs board. Remember, it's on the back page for your programs. ഒരു ഫൗളായിട്ടുണ്ട്. A reminder that the stadium is a family-friendly environment and only soft drinks can be taken down to your seat. Thank you for your... ഫൈനലി ആണ് ഈ ഗോൾ അടിച്ച് എൻ്റെ മിസ്റ്റേക്ക് കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും Goal for Real Madrid. Number 10, Mohamed Salah. ഫുൾ ടൈം ആയടാ. നമുക്ക് ജയിക്കേണ്ട കളി കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് പണി കിട്ടി. ആ കളി നമ്മൾ തോറ്റിട്ടുണ്ട്. രണ്ടാമത്തെ കളി കളിക്കാം. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ. ആദ്യത്തെ കളി വെച്ച് ഒരു കളി തോറ്റ്. അടുത്ത ഈ കളി ചിലപ്പോൾ ഡ്രോ ചാൻസ് ഉണ്ട്. ഇതേത് മലയാളി കേട്ടോ, മലയാളിയല്ല, ഇന്ത്യക്കാരനാന്ന് നോക്കാം. നമ്മുടെ ഹോം ജേഴ്സി ഇട്ട് ഫസ്റ്റ് കളി നമ്മുടെ ക്ലിയർ ചെയ്യടാ. ഇത് ചിലപ്പോൾ പോവല്ല. ഓക്കെ, നമ്മൾ അടിച്ച സേവ് ഇട്ടിട്ടുണ്ട്. സമാധാനമായിട്ട് പതുക്കെ കളിച്ചാൽ മതി. കൂളായിട്ട് കളിക്കണം. നമ്മുടെ ലെഫ്റ്റ് ബാക്ക് കിട്ടിയതായിരുന്നു. അത് ഇതൊന്നും പുറത്തോട്ടേ പറ്റുള്ളൂ. പെപ്പി ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഈ ഗെയിം ഫുള്ള് കളിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. കാരണം ഇതിൻ്റെ കൂടെ കളിച്ചൊരു രസമില്ല. ചെറിയ വീഡിയോ ആയിരിക്കും, അത് ഉറപ്പാ.
വാശിക്കിട്ട പാസ്സായി. ഈ കിടിലം ജാഫ്റ്റാൻ അവിടെ ഇടപെട്ടുകൊണ്ട് മാത്രം നമുക്ക് പണി കിട്ടിയില്ല. ജസ്റ്റ് നമ്മൾ വെറും പൊട്ടക്കളി കളിക്കുന്നത്. ഇത് കളി എടുക്കേണ്ട കളി നമുക്കിത് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനേ ഉള്ളു. ഇങ്ങനത്തെ തൂബോളൊന്നും ഇടല്ലേ ഇങ്ങനെ. ഫൗളല്ലേ ഇത്? എത്ര പേരാ നമ്മളെ. ഇത് 82 മിനിറ്റ് ആയി കേട്ടോ. ഇങ്ങനെ അടിച്ചാൽ കളി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഓപ്പൺമെൻറ്റ്സ് വരുമ്പോൾ മാത്രമേ നമുക്ക് പിന്നെ ഇങ്ങനെ കളിച്ചിരിക്കാൻ എടുത്തോളൂ. കളി പറ്റി ഒന്നും ചെയ്യാൻ പറ്റും. കളി തോറ്റ നല്ല ഡ്രോ അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഈ കളിക്ക് ഡ്രോ അടിക്കാന്ന്. ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വേറെ വീഡിയോ ഓക്കെ ബൈ.